നമ്മളോടൊപ്പം ഉള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മലക്കാവ് ഡിവിഷനിൽ നിന്ന് ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന നമ്മുടെ സ്വന്തം സിബിചേട്ടനാണ്. സിബിചേട്ടാ നമസ്കാരം. എങ്ങനെ പോകുന്നു ഇലക്ഷൻ പ്രചരണം? ഇലക്ഷൻ പ്രചാരണം നല്ല രീതിയിൽ തന്നെ പോകുന്നു. ജനങ്ങൾക്ക് വളരെയധികം സന്തോഷം തന്നെയാണ്. ജനങ്ങളെല്ലാവരും വളരെ ആഹ്ലാദചിത്തരാണ് അവർ. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇന്നിവരെ കിട്ടിയിട്ടുള്ള ഒരു ഏറ്റവും മഹാഭാഗ്യമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച പാർട്ടി ഞങ്ങളുടെ പാർട്ടി തന്നെയാണ്. ഏകദേശം 19,000 പരം സ്ഥാനാർത്ഥികളെ ഞങ്ങൾക്ക് നിർത്താൻ സാധിച്ചിട്ടുണ്ട്. UDF മറ്റുള്ള 17,000 പരം 17,000 സംതിങ് ആണ് കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അത് ഞങ്ങളുടെ വലിയ നേട്ടമായിട്ട് ഞങ്ങൾ കാണുന്നു. ജനങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും സ്ഥാനാർത്ഥി നമുക്ക് നിർത്താൻ സാധിച്ചിട്ടുള്ളത്. ഓരോ വാർഡിലും ചെല്ലുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് BJPയോട് ഉള്ളത്? ഞങ്ങളെ അംഗീകരിച്ചു എന്നുള്ള തെളിവാണ് കേരളത്തിലെ ഇന്ന് ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികളെ അണിനിരത്തിയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഏകദേശം 19,000 പരം സ്ഥാനാർത്ഥികൾ ഞങ്ങൾ നിർത്തി കഴിഞ്ഞു. കേരളം ഇന്ന് കട്ടുമുടിച്ച് ഭരിക്കുന്ന പാർട്ടിക്ക് പോലും കിട്ടിയിട്ടുള്ള 17,000 സംതിങ് ആൾക്കാർ. അത് ഞങ്ങളുടെ വലിയൊരു വിജയമല്ലേ? അത് തന്നെ ഞങ്ങൾക്ക് ജനങ്ങളുടെ അംഗീകാരമാണത്. ഞങ്ങൾ ജനപക്ഷത്താണ് എന്നുള്ളതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഈ ചോദ്യം തന്നെ. ഈ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് കൊടുക്കാൻ പറ്റുന്നത്? വാഗ്ദാനങ്ങൾ കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഭരണ സംവിധാനങ്ങളൊന്നുമില്ലല്ലോ. ഒരുപക്ഷെ നിങ്ങൾ എന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ ഉന്നതി കൊടുക്കുന്നത് കായികപരമായ ആയിരിക്കും. കാരണം പിന്നെ ഈ ചേരുംകുടി വലക്കാവ് എന്ന മേഖലയിൽ ഒരുപാട് നല്ല ഫുട്ബോൾ താരങ്ങളുള്ള മേഖലയാണ്. ഇവർക്കൊന്നും നല്ലൊരു ഗ്രൗണ്ട് എവിടെയില്ല. ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ചേരുംകുടി പള്ളിയാണ് ഒരു ഏക ആശയം. നല്ല മിട്ടക്കന്മാരെ പിള്ളേരോട് കളിക്കാറുണ്ട്. അവർക്ക് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഗ്രൗണ്ട് ഇല്ല എന്നുള്ളതാണ്. അതിനെന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ക്ഷീര കർഷകർ, അതായത് ഒരുപാട് അറിയാലോ, നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് ഈ കൃഷിക്കാരുടെ ഉപ്പും പണി കൊണ്ട് മാത്രം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഞാൻ ക്ഷീര കർഷകർ പ്രത്യേകമായ ഒരു പരിഗണന നമ്മൾ കൊടുക്കും. ഭാരതീയ ജനതാ പാർട്ടി പ്രത്യേകമായിട്ട് ജനപക്ഷത്താണ്. ജനതാ പാർട്ടി എപ്പോഴും ഞങ്ങളുടെ ഭാഗത്താണ്. അതിനുള്ള അംഗീകാരമാണ് ഞങ്ങൾക്ക് ഈ നാളിതുവരെ എല്ലാ മേഖലയും ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഞങ്ങൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടുള്ള പാർട്ടി ഞങ്ങളുടെ പാർട്ടിയാണ്. വേറെ ഒരു പാർട്ടിക്കും പറ്റിയിട്ടില്ല. 17,000 സംതിങ്ങാണ് ഈ LDF UDF LDF ഇത്ര കാലം ഭരിച്ചിട്ടും അന്നൊന്നും ഞങ്ങൾക്ക് ഒരു സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു കപ്പിത്താൻ തന്നെ ഉണ്ടായി. ജനങ്ങൾ അംഗീകരിച്ചു. ഇപ്പം ഞങ്ങൾക്ക് ഏത് പൊതുമേഖലയിൽ ഞങ്ങൾക്ക് കയറിച്ചിടാം. ഞങ്ങളുടെ ആൾക്കാർ എവിടെയുണ്ട്. അപ്പോൾ ജനങ്ങളുടെ അംഗീകാരമാണ്. ഞങ്ങൾക്കൊരു അവസരം തന്നു കഴിഞ്ഞാൽ മാറാത്തത് മാറും, മാറാത്തത് ഞങ്ങൾ മാറ്റും, നടക്കുന്നതേ ഞങ്ങൾ പറയാറുള്ളൂ. ഞങ്ങൾക്കൊരു അവസരം തരൂ. നല്ലൊരു ഗായകന് അവനൊരു അവസരം കിട്ടിയെങ്കിൽ മാത്രമേ അവന് പാടാൻ അവസരം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ജനതാ പാർട്ടി എപ്പോഴും ജനങ്ങളുടെ ഒപ്പമാണ്, ജനപക്ഷത്താണ് ജനങ്ങൾ എപ്പോഴും. ഈ മേഖലയിൽ എന്തിനൊക്കെയാണ് മുൻഗണന കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? സമസ്ത മേഖലകളിലും ഞാൻ എൻ്റെ ഭാവനയിൽ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സകല മേഖലയും ഞാൻ നോക്കുന്നുണ്ട്. ശുചിത്വം, ഒരു മനുഷ്യന് അടിസ്ഥാനപരമായിട്ട് ഭക്ഷണം, വെള്ളം, വസ്ത്രം, ഇതാണ് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ. അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ലഭിക്കണം. ഇന്ന് വരുന്ന രൂക്ഷമാണ്. നമ്മുടെ ഈ റേഷൻകളിൽ 2 കിലോ അരി കൊടുത്തിട്ടൊന്നും ഒരുപാട് ജനങ്ങൾക്ക് ഇപ്പോഴും പട്ടിണി കിട്ടുന്ന ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. വീടില്ല. ഈ അതിദരിദ്ര സംസ്ഥാനം എന്നാണ് കുട്ടി ഘോഷിക്കുന്നത് നമ്മൾ. എന്നാൽ പിന്നെ നമ്മുടെ ഒരു കാർഡുണ്ടല്ലോ. അപ്പം അത് ഒറ്റ കാർഡാക്കി കൂടെ അങ്ങനെയാണെങ്കിൽ തരാം ബാലം കിടക്കോളം നാരായണ, അത് കഴിയുമ്പോൾ പൂരാണ. ഇതാണല്ലോ പഴയ പല്ലവി. അതിലൂടെ ആവർത്തിക്കുന്നത്. ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് പാലിക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. ശക്തമായ പവർ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പവറൊന്നുമല്ല മോദിയുടെ കയ്യിലുള്ളത്. ഇത് ജനങ്ങൾക്ക് എത്തണം. അത് ഇവിടുത്തെ ആരും സർക്കാരൊന്നും കൊടുക്കുന്നില്ല. ഇപ്പോൾ അതേ സൗജന്യമായ ഗ്യാസ് കണക്ഷൻ, അതുപോലെ തന്നെ വീട്, ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും
ഇവിടേക്ക് ജനങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. അത് ഇവിടുത്തെ ഭരണപക്ഷത്തിൻ്റെ പരാജയമല്ലേ. ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു മെമ്പറോ ഒരാളോ ആ ഭാഗത്ത് വേണം. അതിന് നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഈ മലയോര ഗ്രാമങ്ങളിൽ തന്നെ നമുക്കറിയാം, ഈ എന്താ പറയുക, പുത്തൂര് സുവോളജി പാർക്ക് ഒരുപാട് ആൾക്കാർക്ക് തൊഴിലവസരങ്ങളുള്ള മേഖലയാണ്. ഇന്ന് ഒറ്റ ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിലില്ല. എല്ലാവരും വിദേശ പഠനത്തിലേക്ക് പോവുകയാണ്. അതിനുള്ള സൗകര്യം നമ്മൾ കൊടുക്കാമല്ലോ. ഉന്നത വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട് തന്നെ വികസിക്കില്ലേ? കാരണം വികസിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കീ വിളിക്കാൻ ആൾക്കാരുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. എൻ്റെ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ സൗകര്യങ്ങളുണ്ട്. അത് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തായാലും ഈ ഞങ്ങൾ ഇടതുപക്ഷത്തുമല്ല വലതുപക്ഷത്തുമല്ല, ഞങ്ങൾ ജനപക്ഷത്താണ്. അത് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ. ഈ ജനപക്ഷത്തുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ഇന്ത്യ തന്നെ ഭരിക്കാം. നമുക്കറിയാം, ആദ്യകാലത്ത് ഞങ്ങളുടെ വളരെയധികം പ്രവർത്തി നാട്ടിലുണ്ടായിരുന്നില്ല. ഇന്ന് ഞങ്ങൾക്ക് എല്ലാ ഭാഗത്തും ആൾക്കാരായി. അത് ജനങ്ങളുടെ അംഗീകാരം കൊണ്ടാണ് കിട്ടുന്നത്. ജനങ്ങളെ അംഗീകരിച്ചിട്ട് ഒരു മാറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ആപ്തവാക്യമായിട്ട് LDF പറഞ്ഞില്ലേ, എന്തൊരു വാക്യം പറഞ്ഞില്ല, എന്താ LDF വരും എല്ലാം ശരിയാവും. എല്ലാം ശരിയായിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് ഉദ്ദേശം മാറാത്ത ഞങ്ങൾ മാറ്റും, ജനങ്ങൾക്ക് വേണ്ടി മാറ്റും. ക്ഷീരകർഷകർ ഒരുപാടുള്ള വാർഡാണുള്ളത്. അപ്പൊ അവർക്കായിട്ട് നമ്മളൊക്കെ എന്താ ചെയ്യാൻ പറ്റുക? അല്ല, നിലവിലുള്ള സംവിധാനം എല്ലാ വാർഡുകളിലും സൊസൈറ്റികളും മറ്റുള്ള അനുബന്ധ പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഓൾറെഡി ഉണ്ട് കഴിഞ്ഞു. അവർക്ക് അർഹമായ പൈസ ലഭിക്കുന്നില്ല. ഇപ്പോൾ ഉൽപ്പന്നങ്ങളായാലും ഭക്ഷണമായാലും അവർക്ക് സബ്സിഡി നിരക്കിൽ എല്ലാ സൗകര്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഇത് ഇവിടുത്തെ ഭരണപക്ഷം കൊടുക്കുന്നില്ല. കൊടുക്കാണ്ടാകുമ്പോൾ റേഷൻ കടയുടെ അരിയും മണലും വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. ഞങ്ങൾ പറഞ്ഞില്ല എന്ന് പറയുന്നത്. ഇതാണ് ഞങ്ങളുടെ കൺഫ്യൂഷൻ. നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ മുന്നിലുണ്ട്. ഞങ്ങൾക്കൊരു അവസരം തന്നു കഴിഞ്ഞാൽ ഞങ്ങളത് ചെയ്യും. നടക്കുന്നതേ ഭാരതീയ ജനതാ പാർട്ടി പറയുള്ളൂ. നിങ്ങൾക്കറിയാലോ, ഒരുപാട് കുടുംബങ്ങൾ സ്വന്തം മക്കൾ വിദേശത്ത് പോയിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് പൈസ അയക്കാൻ കൊടുക്കാണ്ട് കറിയുന്ന ഒരുപാട് അമ്മമാരെ എനിക്കറിയാം. ഞാനൊരു തനി നാട്ടുപ്രവർത്തകനാണല്ലോ. ഈ ചേരുംകുഴി, പയ്യനം, ആശാരിക്കാട്, വലക്കാവ് ഇതൊക്കെ എൻ്റെ പ്രവർത്തന മേഖലപ്പെട്ട ആൾക്കാരാണ്. എല്ലാവരും എനിക്കറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഓരോ കാര്യങ്ങൾ ചേട്ടാ സംഭവങ്ങളുണ്ടല്ലോ, അതൊന്നും എന്ത് ചെയ്യാം. ജനങ്ങൾ ശരിക്ക് അസ്വസ്ഥരാണ്. അവർ ആർക്ക് വോട്ട് ചെയ്യും, എന്തിനാ വോട്ട് ചെയ്യുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ വോട്ട് ചെയ്യണമല്ലോ, ജനം എടുത്തു. അപ്പോൾ അതിനൊരു മാറ്റം പറഞ്ഞെങ്കിൽ ഭാരതീയ ഇനി ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ കേരളത്തിൽ ലോകരാഷ്ട്രങ്ങൾ നമ്മൾ ഒന്നാമതാണോ ഒഴിപ്പിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ ഈ നാട്ടിൽ ഞങ്ങൾ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. അതിന് നിങ്ങൾ തയ്യാറാണോ? ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. അത് ഞാൻ പറഞ്ഞ റേഷൻ കടയിൽ അരിയും മണ്ണിനും മന്ദിരമുണ്ട്. വേണമെങ്കിലും മേടിച്ചോളൂ. ഞങ്ങൾ റെഡിയാണ്, നിങ്ങൾ തയ്യാറാണ്. നമ്മുടെ ഈ നാട്ടിലെ കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമാണ്. അപ്പോ ചേട്ടന്റെ അഭിപ്രായത്തിൽ അത് എങ്ങനെ മാറ്റാൻ പറ്റും? ചേരുംകുടി, വളക്കാവ്, വീണ്ടശ്ശേരി, പയ്യനം ഈ ഭാഗങ്ങളിൽ ഏക ജലത്തിൻ്റെ ആശ്രയം എന്ന് പറയുന്നത് ഞങ്ങൾ പീച്ചി ഡാമിൽ വെള്ളം വിട്ടുമുള്ള അവസ്ഥയാണുള്ളത്. മാർച്ച് മാസം കഴിഞ്ഞാൽ ഒരു വീട്ടിലും വെള്ളമില്ല. പഞ്ചായത്ത് തലത്തിൽ 2-3 ടാങ്കർ ലോറി കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം തികയത്തില്ല. എല്ലാ വീടുകളിലും ജലം എത്തിക്കേണ്ട നിയമ നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ബ്ലോക്കിൻ്റെ ഭാഗത്തുനിന്നോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതിനായിരിക്കും ഞാൻ കൂടുതൽ മുൻഗണന കൊടുക്കുക. അത് വേണം. ഞാനെന്നല്ല, ആര് വന്ന് ഏത് പാർട്ടി വന്നാലും അതാണ് മുൻഗണന കൊടുക്കുന്നത്. ജനങ്ങൾക്ക് വെള്ളം കുടിക്കേണ്ട അവസ്ഥ നമുക്ക് അറിയാതെ എന്താണ്, വെള്ളം കിട്ടാനുള്ള അവസ്ഥ, കിട്ടാതിരിക്കാനുള്ള അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അത് ഞാൻ മുൻഗണന കൊടുക്കുന്നതായിരിക്കും. അതുപോലെ റോഡ് ടാർ ചെയ്ത് പോകുന്നു, മഴക്കാലം വരെ പോകുന്നു. വ്യക്തമായ കാനകൾ കൃത്യമല്ലെങ്കിൽ എത്ര റോഡ് ചെയ്തിട്ടും നേരാന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇത് റോഡ് ചെയ്തു, മഴവെള്ളം വന്ന് പോയി. ഒരു റോഡ് ടാർ കഴിഞ്ഞാൽ പിന്നെ 5 വർഷം നമ്മൾ കാത്തിരിക്കണം. പിന്നെ ഒന്ന് പുതിയ MLA പുതിയ മെമ്പറാണ്, അവനൊന്നും അറിയത്തില്ല. അത് അത് സർക്കാരിനെ കുറ്റം പറയാൻ പറ്റില്ല, ഞങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അതാ സമയം നമുക്ക് ചെയ്യാൻ പറ്റണം. നമ്മൾ ചോദിക്കണം, എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? നമുക്ക് ചോദിക്കാൻ ആവശ്യമുണ്ട്. നമ്മുടെ പൈസ കൊണ്ടാണ് ഇത് എല്ലാവരും ജീവിക്കുന്നത് തന്നെ. ഞാനടക്കം
അധ്വാനിക്കുന്ന പൈസയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചോദിക്കാനുള്ള അവസരങ്ങളുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, റേഷൻ കടയിൽ അരിയും മണലും വന്നിട്ടുണ്ട്, വേണമെങ്കിൽ വാങ്ങിച്ചോളൂ. ഞാൻ പിന്നെ പറഞ്ഞില്ല എന്ന് പറയുന്നത്. BJP വരും, ഭരണം മാറ്റം അനിവാര്യമാണ്. ചേരുംകുഴി തുടങ്ങിയ മേഖലകളിലൊക്കെ വികസനത്തിന് വേണ്ടി, സമഗ്രമായ വികസനത്തിന് വേണ്ടി വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആളാണ് സിബിചേട്ടൻ. അപ്പൊ സിബിചേട്ടൻ എല്ലാവിധ വിജയാശംസകളും.